അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി വഅലാ മശായിഖിനാ വഅലാ വാലിദീനാ. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഡിജിറ്റലൈസ് ചെയ്ത പുണ്യകർമ്മങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. അഥവാ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ പുണ്യം കിട്ടുന്ന വിഷയങ്ങൾ. മഹാനായ ഇമാം നസായി റളിയല്ലാഹു തആല അൻഹു തൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്ത്. ഏതാണ് ആ രണ്ടായത്ത്? നമുക്കൊക്കെ പരിചയമുള്ള ആമനർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സുപ്രധാന ആയത്ത്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ മുതൽക്ക് ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് പറയുന്ന ആയത്ത്. രണ്ടായത്താണ് അൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ. ഈ രണ്ടായത്ത് മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാഹ്. ഈ രണ്ടായത്തുകളെ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ കഫതാഹ്, അവൻ അത് മതി. വല്ലാത്തൊരു വചനാണത്. കഫതാഹ്, അവൻ അത് മതി. ഇത് പിഴക്കാത്ത, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് പറയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുനാവിലൂടെ വന്ന വചന. അത് തെറ്റുപറ്റൂല. നോക്കൂ നിങ്ങൾ, വല്ല പ്രയാസവുമുണ്ടോ ഈ രണ്ടായത്ത് പാരായണം ചെയ്യാൻ? ഇല്ല. എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന വലിയ പുണ്യമോ? കഫത്താ, എല്ലാ വിപത്തുകളിൽ നിന്നുമുള്ള രക്ഷയ്ക്ക് അത് മതി. പൈശാചിക ശല്യങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് അത് മതി. പലരും പറയുന്ന പരാതിയാണ്, രാത്രി ഉറക്കത്തിൽ പലതും കാണുന്നു, പേടിപ്പെടുത്തുന്നു, പല രൂപത്തിലുള്ളതും കാണുന്നു എന്നൊക്കെ. അതിനൊക്കെ ഇത് മതി. അത്തരം പൈശാചിക ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ രണ്ടായത്ത് മതി. എത്രത്തോളം ഇമാമിയങ്ങൾ പറഞ്ഞത് കാണാം, തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് വരെ ഈ പരിശുദ്ധമായ രണ്ട് ആയത്തുകൾ പരിഹാരമാണ് എന്ന്. മാഷാ അല്ലാഹ്. എല്ലാ വിപത്തുകളിൽ നിന്നുള്ള രക്ഷക്കും ഇത് മതി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ഈ രണ്ട് ആയത്തുകൾ എല്ലാവരും മനഃപ്പാടമാക്കി വെക്കുക. നാം മനഃപ്പാടമാക്കിയാൽ മാത്രം പോരാ. നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഒരു പക്ഷേ ആയത്തുൽ കുർസി, ആമനർ റസൂൽ ഇതൊക്കെ കാണാതെ അറിയുന്നവരായിരിക്കും. എന്നാൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? അത് പലരും ശ്രദ്ധിക്കാറുണ്ടാവുകയില്ല. അപ്പം നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ ഈ രണ്ട് ആയത്ത് ഭംഗിയായി പഠിപ്പിച്ചു കൊടുക്കുക. കുറേശ്ശെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അവരുടെ ബുദ്ധിക്കും അവരുടെ പ്രായത്തിനും അനുസരിച്ച് അങ്ങനെ മക്കൾക്ക് ഇത് ഭംഗിയായി ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഓതാൻ പഠിപ്പിച്ചാൽ മതിയോ? എന്നും രാത്രി ആയത്തുകൾ അവർ ഉരുവിടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ഉറങ്ങുന്ന സമയത്ത്, മോനെ നീ ഫാത്തിഹ ഓതിയോ, ആയത്തുൽ കുർസി ഓതിയോ, ആമനർ റസൂൽ ഓതിയോ, സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലി, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പം മക്കളെ നന്നായി പഠിപ്പിക്കുക. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇത് തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഭാര്യ ഭർത്താവിന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്കത് ഭംഗിയായി ഓതാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ രണ്ടായത്തുകൾക്ക് ഇത്രമാത്രം മഹത്വം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത് ആ രണ്ടായത്തുകളിൽ ഒരു മുസ്ലിമിൻ്റെ ഈമാനിനെ പുതുക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹ്. എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവേ ഇലാഹുള്ളൂ, വേറൊരാളെ ആരാധനക്കർഹനില്ല. ഇതിൽ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു. മലായിക്കത്തിഹി, മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്. കുത്തുബിഹി, കിതാബുകളിലും റുസുലിഹി, അവൻ്റെ പ്രവാചകരിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. ആ ഈമാൻ കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പം അത് ദിവസവും രാത്രി നമ്മൾ ഓതുന്ന സമയത്ത് നമ്മുടെ ഈമാനിന് ഊർജം ലഭിക്കുന്നുണ്ട്. അതിനെ നവീകരിക്കലും പുതുക്കലും കിട്ടുന്നുണ്ട്. ഈ പുതുക്കൽ വല്ലാതെ ആവശ്യമുള്ള ഒരു യുഗത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു
സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബത്തെയും നമ്മുടെ മക്കളെയും പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറപ്പിച്ചു നിർത്തി അവസാനം ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ ഈ പരിശുദ്ധ ആയത്തിന്റെ ബറക്കത്തുകൊണ്ട്. പിന്നെ അതിലെന്താ ഉള്ളത്? അതിൽ സമീഅന വ അത്വഅന എന്ന 2 പദങ്ങളുണ്ട്. നാഥ, ഞങ്ങൾ നിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ്. പണ്ടുള്ളവര് സമീഅന വ അസ്വഅന എന്നാ പറഞ്ഞിരുന്നത്. ഞങ്ങൾ കേൾക്കുകയും അതിനെ ധിക്കരിക്കുകയും ചെയ്തു. നമ്മളങ്ങനല്ല, സമീഅന വ അത്വഅന. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം താഴ്മ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ അത് കേട്ടനുസരിച്ച് എന്നോട് കഴിയുന്നത് ചെയ്തു കൊള്ളാം എന്നുള്ള ആ അനുസരണശീലം പ്രകടിപ്പിക്കലാണ്, താഴ്മയെ പ്രകടിപ്പിക്കലാണ്. ഈ താഴ്മയാണ് നമ്മെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക. ദുനിയാവിലും ആഖിറത്തിലും വിജയം വരിക്കാൻ ഈ അനുസരണവും താഴ്മയും കീഴ്പ്പെടലും വേണം. അവർക്ക് യഥാർത്ഥ വിജയം ലഭിക്കുകയുള്ളൂ. പിന്നെന്താ മന റസൂലിലുള്ളത്? ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. വല്ലാത്തൊരു ദുആയാണത്. നമ്മുടെ റാത്തിബുൽ അത്താസിലെ ദിക്റുകൾ അവസാനിപ്പിക്കുന്നത് ഈ ഗുഫ്റാനക കൊണ്ടാണ്. എന്താ? ഗുഫ്റാനക റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്, അതുപോലെ ഒരുപാട് മോശം കാര്യങ്ങൾ എന്നിലുണ്ട്, പല മോശം ദുസ്വഭാവങ്ങൾ എന്നിലുണ്ട്. എല്ലാം ഗുഫ്റാനക, നിന്നോട് ഞാൻ മാപ്പിരക്കുന്നു, അറിയാതെ വന്നുപോയതാണ്, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണേ എന്നാറ് വല്ലാത്ത താഴ്മയോടുകൂടെയുള്ള ദുആയാണ് ഗുഫ്റാനക വ ഇലൈക്കൽ മസീർ. അവനിലേക്കാണ് എൻ്റെ മടക്കം എന്ന വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണത്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ വിവേകത്തെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് ഈ ദുന്യാവല്ല നമ്മുടെ വാസസ്ഥലം. പിന്നെ വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് റബ്ബേ എൻ്റെ മടക്കം. അവൻ്റെ മുമ്പിൽ കണക്കുകൾ വ്യക്തമാക്കാൻ നിൽക്കേണ്ടി വരുമെന്ന ചിന്ത മനുഷ്യനെ നന്നാക്കിയെടുക്കും, ധാർമ്മികതയിലേക്ക് കൊണ്ടുവരും. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദുആയാണ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. പടച്ചവനെ, മറന്നുപോയതിൻ്റെ ഇതിലില്ല, ഈ പറഞ്ഞതിലില്ല, ഈ ദുആയിലില്ലാത്ത ഒന്നുമില്ല, എല്ലാം അതിലടങ്ങി. അതാണ് ഖുർആനിലെ ദുആന്റെ പ്രത്യേകത. ഞങ്ങൾ മറന്നുപോയി അല്ലേ? ആ റബ്ബന എന്ന വിളി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള വിളിയാണത്. പ്രവാചകന്മാർ അള്ളാഹുവിനെ വിളിക്കാൻ ഉപയോഗിച്ച ഒരു പ്രധാന പദവുമാണ് റബ്ബന എന്ന പദം. ആ ഇഷ്ടവിളി വിളിച്ചതിന് ശേഷം എന്താ ചോദിക്കുന്നത്? ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ. എത്ര നാം ശ്രദ്ധിച്ചാലും ഓരോ ദിവസവും നമ്മിൽ നിന്ന് മറന്നോ പിഴച്ചോ അറിഞ്ഞോ അറിയാതെയോ അപാകതകൾ വരുന്നുണ്ടാകും. അവയൊന്നും വെച്ച് ഞങ്ങളെ നീ ശിക്ഷിക്കരുത് അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്കതൊക്കെ നീ പൊരുത്തപ്പെട്ട് തരണം. അതുപോലെ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതു അലല്ലദീന മിൻ ഖബ്ലിനാ, പൂർവികരായ ഉമ്മത്തിന് താങ്ങാൻ കഴിയാത്ത പലതും ഉണ്ടായിരുന്നു, അതൊന്നും ഞങ്ങളുടെ മേലിൽ നീ ചെയ്യല്ല, ഞങ്ങൾക്കതൊന്നും ഏൽപ്പിക്കല്ല. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് സാധിക്കാത്തതൊന്നും ഞങ്ങളുടെ മേലിൽ നീ തരരുത്. അങ്ങനെ അള്ളാഹുവിനോടുള്ള വല്ലാത്തൊരു ഒരു 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 കേണപേക്ഷിച്ചുകൊണ്ടുള്ളത്. പിന്നെ അവസാനം വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന, ഞങ്ങൾക്ക് നീ അപ്പ് തരണം, വിട്ടുവീഴ്ച ചെയ്ത് തരണം. വർഹംന, മാഷാ അല്ലാഹ്, ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് റബ്ബിൻ്റെ കാരുണ്യം. ആ കാരുണ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അൻത മൗലാന, നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവനും, നീയാണ് ഞങ്ങളുടെ രക്ഷകനും, നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവനും. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ ശത്രുക്കളായി പരിശുദ്ധ ഇസ്ലാമിനെതിരെ തിരിയുന്നവരുടെ എന്ന കാഫിരീങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കാലികമായും വളരെ പ്രസക്തമായൊരു ദുആയാണ്. അപ്പൊ ഈ ദുആ പല ഹദീസുകളും ഈ ആയത്തിന്റെ മഹത്വം വന്നിട്ട് പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങൾ ഈ ആയത്തിനുണ്ട്. ഈ ആയത്തിനെ, ഈ 2 ആയത്തുകൾ നമുക്ക് മനഃപ്പാടമാക്കുകയും ശ്രദ്ധയോടുകൂടെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ ആ ആയത്തിന് എന്നും രാത്രി ഓതുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിനോടും ഇത്തരം ആയത്തുകളോടുമൊക്കെയുള്ള മഹബത്ത് അള്ളാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ. നാം ഓതുന്ന ഖുർആനുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, എമ്പാടും ഓതാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. നമ്മുടെ ഹൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചിട്ട് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് തരട്ടെ.
രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹുസ്നുൽ ഖാത്തിമത്തും നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.